ഹായ് ഹലോ ഗൈസ്, പുതിയൊരു ക്രോഷറ്റ് ചെയ്യാൻ ഒട്ടും മൂടില്ല. അപ്പം ഞാൻ പണ്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പഫ് ഫ്ലവറില്ലേ, അതിനൊരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല ഇങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും. പക്ഷെ എന്നാലും ഞാൻ നമ്മുടെ ചെയിൻ സ്റ്റിച്ചുകൾ ഇട്ട് പോയിട്ടുണ്ടല്ലോ, ആ വീൻ്റെ അകത്തോട്ടാണ് ഞാൻ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. കണ്ടോ, ഈ വീയുടെ അകത്തോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ബ്ലാക്ക് ചെയ്യാണ്ട് ഹുക്കിലൂടെ കൊളുത്തി ഇങ്ങോട്ട് എടുക്കുകയാണ്. അതായത് നമ്മൾ കളർ ചേഞ്ചിങ് മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഹണി ബീയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കളർ ചേഞ്ചിങ് മെത്തേഡ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻ ബ്ലാക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത്. ഒരു ഐഡിയ ഇല്ല ലാസ്റ്റ് എന്താവുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴേ പറയുകയാണ് ഗൈസ്, വീട്ടിൽ ഇതാരും അനുകരിക്കരുത്. കാരണം ഒരു ഐഡിയ ഇല്ല, അന്തല്ല കുന്തല്ലാണ്ടാണ് ചെയ്തു തുടങ്ങിയത്. അപ്പം ഞാൻ ഒരു പെറ്റലിന് ഇട്ടു കേട്ടോ. ഒരു പെറ്റലിന് ഇട്ടപ്പോൾ എനിക്കെന്തോ കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ ഞാൻ ഫുള്ളിടാൻ തീരുമാനിച്ചു. പാതി വഴിയിൽ വെച്ച് നിർത്തണ്ടല്ലോ, എന്തായാലും ഫുള്ളായിട്ട് കാണാം എന്ന് വിചാരിച്ചു. ശരിക്കും ആ ബ്ലാക്കിയാണ് ഇങ്ങനെ പുറമേ വരുമ്പോൾ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഫുള്ളായപ്പോൾ ഇങ്ങനെയാണ് ഗൈസ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ട്രൈ ചെയ്യാൻ ഞാൻ പറയാറുണ്ട്. വേണമെങ്കിൽ ഒക്കെ ട്രൈ ചെയ്യാം, ഔട്ട്ലൈൻ കൊടുക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക്. അതായത് ഒട്ടും ക്രോഷറ്റ് ചെയ്യാനൊന്നും ഇപ്പം ഒന്നും മൂടില്ല. അപ്പം നമ്മൾ പണ്ട് ചെയ്ത് വെച്ച പ്രോജക്റ്റിൻ്റെ മുകളിൽ ഒരു ഔട്ട്ലൈൻ കൊടുത്തു നോക്കുക, ഏതെങ്കിലും കളറിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കൂടി വന്നിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് അടിപൊളി വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ബൈ.